ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോകുലുമായി കൂടിക്കാഴ്ച നടത്തി. മൌറീഷ്യസിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ആശാപ്രവർത്തകർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ. വയനാട് പുനരധിവാസം സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഈ മാസം 27-ന് നടക്കുമെന്ന് മന്ത്രി കെ രാജൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടർഘട്ടങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. നഗരത്തിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു എഫ്.സി മുംബൈ സിറ്റിയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോകുലുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിന്നുള്ള വിശിഷ്ട ഉപഹാരങ്ങൾ അദ്ദേഹം കൂടിക്കാഴ്ചയിൽ കൈമാറി. മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലത്തിനൊപ്പം ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിച്ച പ്രധാനമന്ത്രി വൃക്ഷത്തൈയും നട്ടുപിടിപ്പിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ പോർട്ട് ലൂയിസിലെത്തിയ ശ്രീ മോദിക്ക് മൌറീഷ്യസ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. മൌറീഷ്യസിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും അദ്ദേഹം ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ സഹായത്തോടെ മൌറീഷ്യസിൽ നിർമ്മിച്ച 20 അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ അദ്ദേഹം നാളെ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ആശാപ്രവർത്തകർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായെന്നും സന്തോഷ് കുമാർ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. ആശാവർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നെന്ന് പറഞ്ഞ മന്ത്രി കേരളത്തിന് നൽകാനുള്ള കുടിശ്ശികയെല്ലാം നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. വിനിയോഗിച്ച തുകയുടെ കണക്ക് നൽകിയ ശേഷം ഇനിയുള്ള തുക നൽകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. A week back, there was a meeting of Mission Steering Group of the NHM where we have seen to it that the ASHA workers, all their activities which they are doing, and all those activities, there has to be enhancement of the financial part, and which has the Mission Steering Group has given the permission, and we will be going forward. As far as the Kerala government is concerned, I would like to enlighten the member that the government of India has given all its due. The utilization certificate has not come, but at this point of time, our share has been given to Kerala. ആശാവർക്കർമാരുടെ ഓണറേറിയം 21,000 ഉയർത്തണമെന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിൽ ആവശ്യം ഉയർത്തിയിരുന്നു. വയനാട് പുനരധിവാസം സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായി 8 മാസമാകാറായിട്ടും ദുരിതബാധിതരുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്ത് നിന്ന് ടി സിദ്ദിഖാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. പുനരധിവാസത്തിൽ സർക്കാർ ആദ്യം കാണിച്ച ആവേശം ഇപ്പോഴില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തെ അവഗണിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കാലതാമസമുണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി നൽകി. ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഈ മാസം 27-ന് നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർഘട്ടങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. തുറമുഖത്തിന്റെ 2-3 ഘട്ടങ്ങൾക്കുള്ള പാരിസ്ഥിതികാനുമതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. തുടർഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ ശേഷി 1 ൽ നിന്നും 3 മില്യൺ TEU ആയി ഉയരുമെന്നും അഹമ്മദ് ദേവർകോവിലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി നിയമസഭയെ അറിയിച്ചു. തുറമുഖം പൂർണ്ണശേഷി കൈവരിക്കുന്നതോടുകൂടി കേരളത്തിൽ വലിയ തോതിലുള്ള വാണിജ്യ വ്യാവസായിക വളർച്ചയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാംഘട്ട വികസനത്തിനായി ഭൂമി കണ്ടെത്തുന്നത് കടൽ നികത്തിയായിരിക്കുമെന്ന് തുറമുഖ കമ്പനി അറിയിച്ചു. സ്വകാര്യ ഭൂമി ഇതിനായി ഏറ്റെടുക്കില്ല. കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കാൻ ആവശ്യമായി 77 ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമിയാണ് ഡ്രഡ്ജിംഗിലൂടെ കടൽ നികത്തി കണ്ടെത്തുക. ജേഡ് സർവീസിന്റെ ഭാഗമായുള്ള 2ാമത്തെ മദർഷിപ്പ് MSC മിർജം ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിച്ചേർന്നിരുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് ജനുവരി മാസത്തിലെ ഓണറേറിയം വിതരണം ചെയ്യുന്നതിന് 18,63 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. 13,453 പാചക തൊഴിലാളികൾക്കാണ് ഓണറേറിയം ലഭിക്കുക.
സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി 2025 ജനുവരി മാസത്തിൽ മുട്ടയും പാലും വിതരണം ചെയ്ത ഇനത്തിൽ 22 കോടി 66 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. നാളെ ഉച്ച മുതൽ പൊങ്കാല ദിവസമായ മറ്റന്നാൾ രാത്രി 8 മണിവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഭക്തർക്കായി KSRTCയും റെയിൽവേയും പ്രത്യേക സർവീസുകളും നടത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. പൊങ്കാലയുടെ ഭാഗമായി നാളെ ഉച്ച മുതൽ മറ്റന്നാൾ രാത്രി 8 വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ സമയം കണ്ടെയ്നർ വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവ നഗരാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കാനോ പാർക്ക് ചെയ്യാനോ പാടില്ലെന്ന് ട്രാഫിക് പോലീസ് നിർദ്ദേശം നൽകി. ശുദ്ധജല വിതരണം, ഗതാഗതം, മെഡിക്കൽ സംവിധാനങ്ങൾ, ഫയർഫോഴ്സ് എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് പോലീസ് കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുകൾ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭക്തർക്കായി KSRTC അധിക ബസ് സർവീസുകളും ബജറ്റ് ടൂറിസവും ഒരുക്കിയിട്ടുണ്ട്. മറ്റന്നാൾ രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം നടക്കും. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ സജ്ജമാക്കി വരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സുസജ്ജമായ മെഡിക്കൽ ടീമുകൾക്ക് പുറമെ ഉയർന്ന ചൂട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മതിയായ പരിചരണവും ചികിത്സയും നൽകാനായി ഹീറ്റ് ക്ലിനിക്കുകളും ആരംഭിക്കും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സ്ക്വാഡിനൊപ്പം കൺട്രോൾ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് നടപടി. കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ആനന്ദകുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി. കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച 11 ലക്ഷം രൂപ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ച കോന്നി പയ്യനാമൺ സ്വദേശി ആനന്ദൻ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ജോർദാനിൽ വെടിയേറ്റ് മരിച്ച തിരുവനന്തപുരം സ്വദേശി തോമസ് ഗബ്രിയേൽ പെരേരയുടെ മൃതദേഹം തുമ്പ സെന്റ് ജോൺസ് പള്ളിയിൽ സംസ്കരിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രി GR അനിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. നിലമ്പൂർ താലൂക്കിലെ 27 കിലോമീറ്റർ സ്ഥലത്ത് സൌരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുന്നതിന് കൃഷി വകുപ്പും വനം വകുപ്പും സംയുക്ത ധാരണയായി. മനുഷ്യ വന്യജീവി സംഘർഷം മൂലം സ്വകാര്യ കൃഷിയിടങ്ങളിൽ കൃഷിനാശം തടയുന്നതിനാണ് നടപടി. കൊല്ലം കൊട്ടിയത്ത് അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രം കണ്ടെത്തി. 100ഓളം സിലിണ്ടറുകൾ ഇവിടെ നിന്നും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ആയിരക്കണക്കിന് സിലിണ്ടറുകൾ നിറച്ചതിന്റെ തെളിവുകളും കണ്ടെത്തി. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിൽ നിന്ന് വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിലേക്ക് ഗ്യാസ് മാറ്റുകയായിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC മുംബൈ സിറ്റിയെ നേരിടും. ബംഗളൂരുവിലെ ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. WPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മുംബൈയിലാണ് മത്സരം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ ജില്ലകളിലും താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് നാളെ വൈകുന്നേരം വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ സമ്മിശ്ര പ്രതികരണം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 12 പോയിന്റ് ഇടിഞ്ഞ് 74,102-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 37 പോയിന്റ് നേട്ടത്തിൽ 22,497-ലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 240 രൂപ കുറഞ്ഞ് 64,160 രൂപയും ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 8,020 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോഖുലുമായി കൂടിക്കാഴ്ച നടത്തി. മൌറീഷ്യസിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ആശാപ്രവർത്തകർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. വയനാട് പുനരധിവാസം സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദുരന്ത ബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഈ മാസം 27-ന് നടക്കുമെന്ന് മന്ത്രി K. രാജൻ.
വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടർഘട്ടങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. നഗരത്തിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC മുംബൈ സിറ്റിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.